എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിന്ന് സംസാരിക്കുന്നത് ഡാൻഡ്രഫിനെ കുറിച്ചാണ്. എങ്ങനെ നമുക്ക് ഡാൻഡ്രഫ് മാറ്റിയെടുക്കാം എന്നുള്ളതാണ് സംസാരിക്കുന്നത്. പലരും പലതരത്തിലുള്ള ഷാംപൂസ് യൂസ് ചെയ്തിട്ട് അപ്പോൾ ടെമ്പററി റിലീഫ് മാത്രം കിട്ടുന്നവരുണ്ട്. അപ്പോൾ പെർമനൻ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂ മാറ്റിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ്, അതായത് നമ്മൾ കാർബോഹൈഡ്രേറ്റ്, ഷുഗർ ഫുഡ് കൂടുതൽ കഴിക്കുന്നവരാണെങ്കിൽ ഡെയിലി ലൈഫിൽ നമ്മൾ ഫുഡ് നല്ലപോലെ കാർബോഹൈഡ്രേറ്റും ഷുഗർ ഫുഡും നല്ലപോലെ കഴിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഇൻസുലിൻ സ്പൈക്ക് വരാനായിട്ടുള്ള നല്ല ഒരു ചാൻസസ് കൂടുതലാണ്. അതുപോലെ ഈ കാർബോഹൈഡ്രേറ്റും അതുപോലെ ഷുഗർ ഫുഡും നമ്മൾ കൂടുതൽ കഴിക്കുമ്പോൾ നമ്മുടെ ഗട്ടിലെ, അതായത് നമ്മുടെ കുടലിലെ നല്ല ബാക്ടീരിയകളുണ്ട്, ഫംഗസുകളുണ്ട്, എല്ലാം ഒരു ബാലൻസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഷുഗർ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഫംഗസിൻ്റെ ഗ്രോത്ത് നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഡാൻഡ്രഫ് പ്രത്യക്ഷപ്പെടാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. പിന്നെ നമ്മൾ ആൻറ്റിബയോട്ടിക് കഴിക്കുന്നവരാണെങ്കിൽ, നമ്മൾ ഈ ആൻറ്റിബയോട്ടിക് ഒക്കെ കഴിച്ച് പെട്ടെന്ന് നമുക്ക് അസുഖങ്ങളൊക്കെ വന്ന് ആൻറ്റിബയോട്ടിക് ഒരു കോഴ്സ് കഴിയുമ്പോൾ ചിലവർക്ക് ഡാൻഡ്രഫ് പ്രത്യക്ഷപ്പെടാറുണ്ട്. അതായത് നമ്മുടെ കുടലിലെ നല്ല ബാക്ടീരിയനെ ആൻറ്റിബയോട്ടിക് നശിപ്പിക്കും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക് കഴിഞ്ഞതിന് ശേഷം നല്ല ന്യൂട്രീഷണൽ ആയിട്ടുള്ള ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുക. അതിൽ നമ്മൾ പ്രൊബയോട്ടിക് ആയിട്ടുള്ള ഫുഡുകളൊക്കെ ആഡ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഒമേഗ 6 ഫാറ്റി ആസിഡ് അടങ്ങിയിരിക്കുന്ന ഓയിൽസൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ ഒഴിവാക്കാൻ ശ്രമിക്കണം. അതായത് സാഫ്ലവർ ഓയിൽ, സൺഫ്ലവർ ഓയിൽ മുതലായവയൊക്കെ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കണം. നമ്മൾ കേരളത്തിലാണെങ്കിൽ നമ്മൾ മെയിനായിട്ടും കോക്കനട്ട് ഓയിൽ മാത്രം ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഷുഗർ ഫുഡ് ഒഴിവാക്കണം, കാർബോഹൈഡ്രേറ്റ് ഫുഡ് നമ്മൾ കുറയ്ക്കണം. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൊബയോട്ടിക് ഡെയിലി ലൈഫിൽ നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര വ്യത്യാസം അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹെൽത്തി, ബൈ.